ജീവിതത്തിൽ കളവ് പറയൽ എന്ന അസുഖമുള്ളവർ ആലോചിക്കണം. കളവ് പറയൽ എന്ന വിഷയം ജീവിതത്തിൽ നിന്ന് പാടെയെടുത്തു മാറ്റണം. തമാശക്ക് പോലും കളവ് പറയരുത്. ഞാൻ ഹലാലായ ഒരു പൊള്ളു പറഞ്ഞു, 2 കുറ്റം. ഒന്ന് പൊള്ളെന്ന കുറ്റം, അത് ഹലാലാണെന്ന് വിശ്വസിച്ച കുറ്റം, അല്ലെങ്കിൽ പറഞ്ഞ കുറ്റം. ഞാൻ അവിടെ ഒരു ഹലാലായ പൊള്ളു പറഞ്ഞു, ഞാൻ അതിന് കഴിച്ചിലാകാൻ ഒരു ഹലാലായ നുണ പറഞ്ഞു. ഇതൊക്കെ നാടൻ ഭാഷയായി വരുന്നുണ്ട് ഇപ്പോൾ അപകടം. എന്നാൽ കളവ് പറയാ എന്ന സംഭവം വളരെ ഗൗരവമുള്ള സംഗതിയാണ്. കളവിന് ഒരു സ്വഭാവമുണ്ട്, പറയുന്നവർക്ക് കളവാണെന്ന് തോന്നൂല. പറഞ്ഞു ചേലായാൽ ഏത് സ്ഥലത്തും രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെടാൻ ആവശ്യമുള്ളതങ്ങ് പറയും. അത് സത്യമാകണമെന്നില്ല, കളവായെങ്കിൽ തരക്കെടുമില്ല. അങ്ങനെ വരുമ്പോൾ രക്ഷപ്പെടാനുള്ള കളവുകൾ ആയിരക്കണക്കിന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മുത്തുനബിയോട് സഹാബത്ത് ചോദിച്ചു, മുഅ്മിന് പൊള്ളു പറയോ? മുത്തുനബി പറഞ്ഞു, ഇന്നൽ മുഅ്മിന ലാ യക്ദിബു, മുഅ്മിൻ പൊള്ളു പറയില്ല. മുഅ്മിനായ മനുഷ്യൻ നിശ്ചയം പൊള്ളു പറയില്ല. അതുകൊണ്ട് ആണും പെണ്ണും യുവാക്കളും ശ്രദ്ധിക്കണം. ജീവിതത്തിൽ കളവ് പറയില്ലെന്ന് നമ്മൾ ശപഥം ചെയ്യണം. ജീവിതത്തിൽ കളവ് പറയൽ എന്ന അസുഖമുള്ളവർ ആലോചിക്കണം. കളവ് പറയൽ എന്ന വിഷയം ജീവിതത്തിൽ നിന്ന് പാടെയെടുത്തു മാറ്റണം. തമാശക്ക് പോലും കളവ് പറയരുത്. ഞാൻ ഹലാലായ ഒരു പൊള്ളു പറഞ്ഞു, 2 കുറ്റം. ഒന്ന് പൊള്ളെന്ന കുറ്റം, അത് ഹലാലാണെന്ന് വിശ്വസിച്ച കുറ്റം, അല്ലെങ്കിൽ പറഞ്ഞ കുറ്റം. ഞാൻ അവിടെ ഒരു ഹലാലായ പൊള്ളു പറഞ്ഞു, ഞാൻ അതിന് കഴിച്ചിലാകാൻ ഒരു ഹലാലായ നുണ പറഞ്ഞു. ഇതൊക്കെ നാടൻ ഭാഷയായി വരുന്നുണ്ട് ഇപ്പോൾ അപകടം. എന്നാൽ കളവ് പറയാ എന്ന സംഭവം വളരെ ഗൗരവമുള്ള സംഗതിയാണ്. കളവിന് ഒരു സ്വഭാവമുണ്ട്, പറയുന്നവർക്ക് കളവാണെന്ന് തോന്നൂല. പറഞ്ഞു ചേലായാൽ ഏത് സ്ഥലത്തും രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെടാൻ ആവശ്യമുള്ളതങ്ങ് പറയും. അത് സത്യമാകണമെന്നില്ല, കളവായെങ്കിൽ തരക്കെടുമില്ല. അങ്ങനെ വരുമ്പോൾ രക്ഷപ്പെടാനുള്ള കളവുകൾ ആയിരക്കണക്കിന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മുത്തുനബിയോട് സഹാബത്ത് ചോദിച്ചു, മുഅ്മിന് പൊള്ളു പറയോ? മുത്തുനബി പറഞ്ഞു, ഇന്നൽ മുഅ്മിന ലാ യക്ദിബു, മുഅ്മിൻ പൊള്ളു പറയില്ല. മുഅ്മിനായ മനുഷ്യൻ നിശ്ചയം പൊള്ളു പറയില്ല. അതുകൊണ്ട് ആണും പെണ്ണും യുവാക്കളും ശ്രദ്ധിക്കണം. ജീവിതത്തിൽ കളവ് പറയില്ലെന്ന് നമ്മൾ ശപഥം ചെയ്യണം.